എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് 70 സ്ത്രീകളും 70 പുരുഷന്മാരും ഇരിക്കുന്ന ഒരു നിയമസഭയാണെന്നുള്ളത്. ഈ നിയമസഭയിൽ കേരളത്തിൽ 8% സ്ത്രീകളുള്ളത്, 92% പുരുഷന്മാരാണ്. ഒരു നിയമത്തിന്റെ പേര് അവിടെ ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ മലബാറിൽ നിന്ന് ഒരേ ഒരു സ്ത്രീയാണ് MLA ആയിട്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. മധ്യപ്രദേശ് നിയമസഭയിലേക്കാണ് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ടു, ഷബ്നം ബാനു എന്ന് പറഞ്ഞിട്ടുള്ള. അവരെ നമ്മൾ എന്നെന്നും ഓർക്കണം. അതിന് മുമ്പും ഇല്ല, അതിന് ശേഷവും ഇല്ല. അപ്പൊ ഈയിടെ മറ്റേ MA ബേബി പാത്രം കഴുകി വെച്ചു, വലിയ വാർത്ത, വൈറൽ വീഡിയോ. ഇവിടെ 1.25 കോടി സ്ത്രീകളും ഇത് തന്നെ ഡെയിലി ചെയ്യണത്. ഛത്തീസ്ഗഡ് പോലത്തെ ഒരു സംസ്ഥാനം 21% സ്ത്രീകളെ അവരുടെ നിയമസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നത്? ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് KM രമയാണ്. നമുക്കറിയാം, കേരളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ പ്രസ്ഥാനമായ മാനുഷിയുടെ സംഘാടനത്തിലൂടെയാണ് KM രമ കേരളത്തിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുന്നണിയിലേക്ക് വരുന്നത്. എഴുത്തുകാരിയും അഡ്വക്കേറ്റും അതുപോലെ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സംഘാടകയുമായ KM രമ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. വലിയ സന്തോഷം രമ. സന്തോഷം ഞങ്ങളുടെ കേരള ഇൻസൈറ്റുമായിട്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ. തീർച്ചയായിട്ടും എനിക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണത്. എങ്ങനെയാണ് രമ ഈ ഒരു തുല്യ പ്രാതിനിധ്യം എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്? ഒരു പക്ഷേ വേറെ ആരുടെയും മനസ്സിൽ ഉദിക്കുന്നതിന് മുമ്പ് ആ ചിന്താ പദ്ധതിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം 1980കളുടെ അവസാനത്തിലാണ് മാനുഷി ഉണ്ടാവുന്നത്. ആ സമയത്ത് തീർച്ചയായിട്ടും അത് കേരളത്തിലുള്ള ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളിൽ ആദ്യത്തെ ഗ്രൂപ്പുകളിലൊന്നായിരുന്നു. വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. മാത്രമല്ല, എന്താണ് സ്ത്രീകളുടെ അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ കേരളത്തിൽ ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളൊരു ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് വളരെ സജീവമായിട്ട് തന്നെ അതിൽ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം 1996 ആകുമ്പോഴേക്കും ആദ്യത്തെ സ്ത്രീ സംവരണ ബില്ല് വന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ കാര്യമായിട്ട് സ്ഥിരമായിട്ട് അതിനെ ശ്രദ്ധിക്കുകയും അതിലുണ്ടാവുന്ന ഓരോ ഡെവലപ്മെൻറ്റും നമ്മൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് സ്ത്രീകൾക്ക് അധികാരമില്ല എന്നുള്ളൊരു കാര്യം ഒരു പുതിയ അറിവല്ല, അത് നേരത്തെ തന്നെ ഉള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനെ കുറെ കൂടി സൂക്ഷ്മമായിട്ട് നോക്കാനും വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞൊരു 10 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നിയമങ്ങൾ, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവുന്നതിന് ഒരുപാട് കാലതാമസം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു മനസ്സിലാക്കലുണ്ടായി. അപ്പോൾ അത് അധികാരമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും വന്നു. അങ്ങനെയാണ് കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് നോക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോഴാണ് വെറും 5%-ലും ഏകദേശം ഒരു പ്രസൻസേ ഇല്ല എന്നുള്ള നിലയ്ക്ക് സ്ത്രീകളുടെ അഭാവമുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ അതിൽ നിന്നാണ് പിന്നീടുള്ള പഠനങ്ങളും ഒക്കെ കുറെ കൂടി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. 4 പതിറ്റാണ്ടായിട്ടും ഇത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ചർച്ച തുടങ്ങിയിട്ടും സഭയുടെ അകത്ത് ചർച്ച തുടങ്ങിയിട്ട് തന്നെ 96 തുടങ്ങി. അതെ. അത് 27 വർഷം എടുത്തു നിയമം പാസ്സാക്കാനായിട്ട്. ഞാൻ മാനുഷ്യ മുതലുള്ള കാലമാണെന്നാണ് വിചാരിച്ചത്. അതല്ല 27 വർഷം എടുത്തു നിയമം പാസ്സാക്കാനായിട്ട്. പക്ഷെ നിയമം പാസ്സായി കഴിഞ്ഞപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഇല്ലാത്തതിന് തുല്യമാണ്. നിയമം ഇല്ല ഇപ്പോൾ. നിയമം പാസ്സാക്കി ഒരു നിയമത്തിന്റെ പേര് അവിടെ ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് വളരെ വേറെ എവിടെയും കാണാത്തൊരു കാര്യമാണത്. വളരെ പത്തറ്റിക് ആയിട്ടുള്ളൊരു അവസ്ഥയാണത്. ഇന്ത്യയിൽ നമ്മൾ വിശ്വസിച്ചിട്ടുള്ള ഒരു കാര്യം, വോട്ടവകാശം, സ്ത്രീകളുടെ വോട്ടവകാശം, അധികാരം ആണല്ലോ ശരിക്കും. അധികാരമാണ് നമ്മുടെ ചർച്ച, സ്ത്രീകളുടെ അധികാരം. അപ്പോൾ
സ്ത്രീകളുടെ വോട്ടവകാശം എന്നുള്ളൊരു കാര്യം തന്നെ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സ്വമേധയാ വന്നു ചേർന്നു എന്നുള്ള രീതിയിലാണ് ഈ അടുത്ത കാലത്ത് വരെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുള്ള സ്ത്രീകൾ വരെ പിന്നെ പൊതുസ്ഥലത്ത് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അതല്ല. സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആനി ബസന്റ്, അതുപോലെ മാർഗരറ്റ് കസിൻ, കമലാദേവി ചതോപാധ്യായ, ബീഗം റുക്കിയ, ഹൻസ മേത്ത, ദുർഗാബായ് ദേശ്മുഖ്, കാരണം ഇവർ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഇവർ ശരിക്കും പിന്നെ വോട്ടവകാശത്തിന് വേണ്ടി പോരാടി ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ ആ മനുഷ്യരൊക്കെ നമ്മൾ ഓർക്കുന്നില്ല, നമ്മുടെ രാഷ്ട്രീയ മേഖലയിലുള്ളവരൊന്നും ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പോരാട്ടം നടത്തുന്നവർ പലരും, ഇപ്പോൾ രമ അറിയുന്നുണ്ടായിരിക്കാം, പക്ഷെ എല്ലാവരും ഈ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും വോട്ടവകാശം പിന്നെ പൊരുതി നേടിയെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ശരിക്കും നമ്മളുടെ ഭരണഘടന പ്രാതിനിധ്യ അവകാശം അനുവദിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല. പോരാട്ടം നടത്തേണ്ടി വരുന്നു. വോട്ടവകാശത്തിന് ചെറിയ ഒരു കൂട്ടം സ്ത്രീകൾ പോരാട്ടം നടത്തി, പക്ഷേ തുല്യ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് ഇവൻ കേരളത്തിലടക്കം. ഇപ്പോൾ കേരളത്തിലെ എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിൽ കേരളം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പുറകിലാണ്. സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പുറകിലാണ്. അത് വിശദീകരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ഈ അധികാര സ്ഥാപനങ്ങളിൽ സ്ത്രീകൾ അതിന്യൂനപക്ഷമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ വളരെ വലിയ പ്രാധാന്യം ഉള്ളതാണ്. അതോട് കൂടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം അലേർട്ടാവുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത്. നമുക്കിപ്പോഴത്തെ കണക്കുകൾ എടുത്ത് നോക്കാം. അതായത് ഇപ്പോൾ ഈ നിയമസഭയിൽ കേരളത്തിൽ 8% സ്ത്രീകളുള്ളത്. 92%, നമ്മൾ 8% സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ വശം നോക്കണം. 92% പുരുഷന്മാരാണ്. എനിക്ക് ഈ നമ്മുടെ നിയമസഭയെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്നൊരു ഇമേജ് എന്താണെന്നറിയോ? വളരെ ഭീമാകാരനായിട്ടുള്ളൊരു പുരുഷനും ഒരു മൂലയ്ക്ക് ഇങ്ങനെ മൂലയ്ക്ക് ഇങ്ങനെ ഇരുത്തിയിട്ടുള്ള ശോഷിച്ച ഒരു സ്ത്രീയും എന്നുള്ളൊരു ഇമേജ് വരും. വളരെ കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അത് വളരെ ബോധപൂർവം ഉണ്ടായതാണ് ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിപ്പം ഈ ഒരു സമയത്ത് മാത്രം പ്രശ്നമല്ല. കേരളത്തിൽ 5% സ്ത്രീകളുടെ പ്രാതിനിധ്യം തുടങ്ങിയിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ നിയമസഭ മുതലെടുക്കുകയാണെങ്കിൽ അതിപ്പോൾ എത്തി നിൽക്കുന്നത് വെറും 8%. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത് ഈ വർഷങ്ങൾ കൊണ്ട്? 70 വർഷം കൊണ്ട് 15 നിയമസഭകളിലായിട്ട് എന്താണ് ചെയ്തത്? ഏറ്റവും വലിയ ജനാധിപത്യ നിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. അത് അതിപ്പോൾ കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയല്ല. കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ ലോക്സഭയിൽ ഇപ്പോൾ ഉള്ളത്, അതായത് ഈ രാജ്യം മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളത് 13.6% പ്രാതിനിധ്യമാണ്. രാജ്യസഭയിൽ നോക്കുമ്പോൾ 16% ഇപ്പോഴുള്ളത്. 52% നമ്മൾ. 52% സ്ത്രീകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടത് എന്താണ്? 73 കേരള നിയമസഭ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 73 സ്ത്രീകളും 67 പുരുഷന്മാരും. സ്ത്രീകളെയും പുരുഷന്മാരെയും മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ശരിയല്ല എന്നുള്ളത് തീർച്ചയായിട്ടും അടുത്തൊരു വിഷയം തന്നെയാണ്. തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം അത് വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം നിലവിലുള്ള ഒരു രീതിയിലാണെങ്കിൽ സ്ത്രീകൾ 52% വരുന്ന സ്ത്രീകൾ 73 പേര് വേണം. 73 പകരമാണ് 11 അല്ലെങ്കിൽ 12. അപ്പോൾ അതെന്ത് വലിയ അന്യായമാണ്. ഇതിങ്ങനെ തന്നെ ചിന്തിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. എത്ര വലിയ അന്യായമാണ് സ്ത്രീകളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഒരു നഷ്ടം ഞാൻ 1950 മുതലുള്ള ലോക്സഭയിൽ സ്ത്രീകൾക്കുണ്ടായിട്ടുള്ള നഷ്ടം 33% കണക്കെടുത്തിട്ടാണ്. 33% സംവരണം ആ സമയത്ത് ഉണ്ടാവുമായിരുന്നെങ്കിൽ നമുക്ക് എത്രയോ 1000 സ്ത്രീകളാണ് MP-മാരായിട്ട് ഉണ്ടാവുമായിരുന്നത്. എൻ്റെ ഒരു കണക്ക് 2500ഓളം സ്ത്രീകൾക്ക് അധികാരം നഷ്ടപ്പെട്ടു ഇതിനകം എന്നുള്ളതാണ്. 2436 മറ്റോണം കൃത്യമായിട്ടുള്ള ലോക്സഭയിലെ കണക്ക്. കേരളത്തില് ശരിക്കും 591 പേര് വേണമായിരുന്നു. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കുണ്ടായിട്ടുള്ളത് 100 MLA-മാരുണ്ട് സ്ത്രീകൾ. മൊത്തം 15 നിയമസഭകളിലുമായിട്ട് നമുക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത് വെറും 100 സ്ത്രീ MLA-മാരാണ്. അപ്പോൾ എത്ര വലിയൊരു നഷ്ടമാണ് സ്ത്രീകൾക്ക് സംഭവിച്ചിട്ടുള്ളത്. വളരെ ന്യായമായി കിട്ടേണ്ടതിൻ്റെ
ക്കോളം എത്രയോ താഴെയുള്ള ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ പറയുന്നത്. മൂന്നിലൊന്ന് സംവരണം അന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ പകുതി എന്നുള്ളതോ അല്ലെങ്കിൽ 52% എന്നുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇനിയും എത്രയോ അധികം പ്രാതിനിധ്യം കിട്ടേണ്ടതുണ്ടായിരുന്നു. അവരെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൂലയ്ക്ക് ഒരു ചെറിയ ഇതായിട്ട് എന്തെങ്കിലും വേണമല്ലോ എന്നുള്ള രീതിയിൽ അവിടെ മരുന്നിന് അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുള്ളത്. അതല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ അങ്ങേയറ്റത്തെ അന്യായം ആണത്. ഇനിയിപ്പോൾ അത് കുറെ കൂടി നമ്മൾ മറ്റ് കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം SC/ST സംവരണത്തിൻ്റെ ഒരു കാര്യം നോക്കുക. ശരിക്കും പറഞ്ഞാൽ SC/ST വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായിട്ടുള്ള സംവരണം ഉള്ളതാണ്. അതനുസരിച്ച് കേരള നിയമസഭയിൽ 9.1 9.3 ആണ് SC ജനസംഖ്യ. അവർക്ക് 10% സംവരണം, അതായത് 14 സീറ്റ്. ST 1.5% ഏകദേശം ഒരു 1.4% മറ്റോ ആണ് അവരുടെ നമ്പറിൽ വരുമ്പോഴേക്കും 2 പേര്. അപ്പോൾ ഇത് ഈ നിയമസഭയിൽ ഉണ്ടായിട്ടുള്ള SC MLA-മാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിഭീകരാണ്. അതായത് 11 MLA-മാരാണ് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത്. SC 11 MLA-മാർ. അപ്പോൾ അതിൻ്റെ ഒരു 7 നിയമസഭകളിൽ ഒരൊറ്റ SC/ST സ്ത്രീ MLA-മാരും ഉണ്ടായിട്ടില്ല. 7 നിയമസഭകളിൽ. അതേപോലെയാണ് ST ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത് വെറും 2 പേരാണ്. വാസ്തവത്തിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ആണ് MLA ആയിട്ട് വരേണ്ടത്. അതിന് പകരം ഇന്നേ വരെയുള്ള 15 നിയമസഭകളിലും കൂടിയിട്ട് വെറും 2 MLA-മാർ. അത്രത്തോളം അനീതിയാണ് സ്ത്രീകളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചരിത്രപരമായിട്ട് അങ്ങനെ തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടുമില്ല, അത് ഒരു പ്രശ്നമായിട്ട് കാണുന്നുമില്ല. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി അതേപോലെ തന്നെയാണ് ഇപ്പം ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ടവരുടെ, പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്നേ വരെ നമുക്ക് നിയമസഭയിൽ ഉണ്ടായിട്ടുള്ളത് വെറും 6 സ്ത്രീകളാണ്. 2 പേര് 2 തവണ അംഗങ്ങളായിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം 8 പേര്. 6 സ്ത്രീകൾ 8 തവണയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ മലബാറിൽ നിന്ന് ഒരേ ഒരു സ്ത്രീയാണ് MLA ആയിട്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒരേ ഒരാൾ, കാനത്തിൽ ജമീല. അവരിപ്പോൾ ഈയിടെ മരിച്ചുപോയി. അവരൊഴികെ മലബാറിൽ നിന്ന് വേറൊരു പ്രതിനിധിയില്ല. ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യ ഉള്ള ഒരു പ്രദേശമാണ് മലബാർ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടുത്തെ അവസ്ഥ അതാണ്. പണ്ട് നബീസമാളുണ്ടായിരുന്നു, പക്ഷെ അവര് വേറെ അല്ല, അവര് പിന്നെ ഇവിടുന്നല്ല, അവരിവിടുന്നല്ല. ഞാൻ പറയുന്നത് മലബാർ ഏരിയയിൽ നിന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള ഒരു ഭാഗത്ത് നിന്ന് ഒരേ ഒരു വ്യക്തി, അതെങ്ങനെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും എന്നുള്ളതാണ്. ലീഗ് ഇന്നേ വരെ 2 പേരെയാണ് നിർത്തിയിട്ടുള്ളത്. 2 പേരും തോറ്റുപോയി. കോഴിക്കോട് നിന്നാണ് 2 പേരെ നിർത്തിയത്. ആ 2 പേരും തോറ്റുപോയി. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീകളെ പറ്റിയിട്ട് പരിഗണിച്ചിട്ടേ ഇല്ല. ഇത്രയും അധികം പോപ്പുലേഷൻ ഉള്ളപ്പോഴാണത്. മുസ്ലിം സ്ത്രീകളുടെ കേരളത്തിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 13.5% വരും. 13% വരുന്ന ഒരു ജനസംഖ്യയുള്ള വിഭാഗമാണ് ചരിത്രത്തിൽ ഇത്രയും ഒരു 6 പേരെ മാത്രം MLA ജനപ്രതിനിധികളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അവരവരുടെ താല്പര്യം എങ്ങനെയാണ് സംരക്ഷിക്കുക? ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടി, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും ഈ പിന്നെ SC/ST ന്യൂനപക്ഷങ്ങളുടെ അപ്പുറത്ത് ഇപ്പോൾ സവർണ, ഇപ്പം നമുക്കറിയാം നമ്മുടെ മന്ത്രിസഭയിൽ 22 ആളിൽ 11 നായന്മാര് പുരുഷന്മാരാണ്. പക്ഷെ അവിടെ നായന്മാരായിട്ടുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യം ആരുടെ ഇല്ല. ഒരു വിഭാഗത്തിൽ സ്ത്രീകളില്ല. സ്ത്രീകളോട് പൊതുവെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും എടുക്കുന്ന ഒരു സമീപനം നിയമസഭയുടെ അകത്തും അല്ലെങ്കിൽ ഈ എല്ലാ കാര്യത്തിലും കാണുന്നു, പാർട്ടികളുടെ അകത്ത് കാണുന്നു. അതിൻ്റെ ഒരു തുടർച്ച തന്നെ പിന്നെ സഭയിലും വരുന്നു. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഈ അധികാരത്തിലുള്ള ഈ ഇല്ലായ്മ എന്ന് പറയുന്ന പ്രശ്നമുണ്ടല്ലോ, അതത്ര ചെറിയൊരു സംഗതിയല്ല. വേറൊരു കണക്ക് ഞാൻ പറയാം. ലോക്സഭയിൽ ഇതേവരെ ആകെ മുസ്ലിം സ്ത്രീകൾ ഉണ്ടായിട്ടുള്ളത് 18 പേരാണ്.
18 ലോക്സഭ, 18 സ്ത്രീകൾ. ഒരു ലോക്സഭയിലും അത് 5 ലോക്സഭകളിൽ ഒരൊറ്റ സ്ത്രീ ഉണ്ടായിട്ടില്ല, ഒറ്റ മുസ്ലിം സ്ത്രീ ഉണ്ടായിട്ടില്ല. 25 വർഷം ആലോചിച്ച് നോക്കൂ. ഇവിടെ മുസ്ലിം സ്ത്രീകൾ, കേരളത്തിലെ സ്ഥിതി അതിനേക്കാൾ കഷ്ടമാണ്. 8 നിയമസഭകളിൽ ഒറ്റ മുസ്ലിം സ്ത്രീ ഉണ്ടായിട്ടില്ല. ആകെ 15 ഉള്ളൂ. അതിൽ 8 നിയമസഭകളിലും ആരുമില്ല. പരമാവധി ഉണ്ടായിട്ടുള്ളത് 2. പരമാവധി. അത് എനിക്ക് തോന്നുന്നു ഒരു നിയമസഭ 1-2 നിയമസഭകളിലാണ് 2 മുസ്ലിം സ്ത്രീകൾ ഒരുമിച്ചുണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരുടെ താല്പര്യം അവരെങ്ങനെ സംരക്ഷിക്കും? 543 പേരിരിക്കുന്ന ഒരു ലോക്സഭയിൽ 2 സ്ത്രീകൾ എന്ത് ചെയ്യും? ഇത് തന്നെയാണ് പ്രശ്നം. ഇതിപ്പോൾ നമ്മൾ വേറൊരു വിഷയം കൂടി ഇതിന് അകത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഭരണഘടന കൊടുക്കുന്ന ഒരു പ്രാതിനിധ്യം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഏത് വിഭാഗമാണെങ്കിലും ഭരണഘടന അതുകൊണ്ടാണല്ലോ റിസർവേഷൻ. ഇപ്പം ജാതി സംവരണം എന്നുള്ളൊരു കാര്യം ഒരു വിഷയമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം അതിനകത്ത് എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ 2 SC MLA-മാരുണ്ടെങ്കിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും എന്ന് പറയുന്നത് ഈ രീതിയിൽ. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഇങ്ങനെ തന്നെയാണോ കാണുന്നത് മൊത്തത്തിലുള്ള എല്ലാ? ഇപ്പോൾ ഉള്ള നിയമസഭയിൽ നിന്ന് ഇതിനെ മാറ്റണമെങ്കിൽ തുല്യ നിലയ്ക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതിൻ്റെ സംവരണം, ജാതി സംവരണമാണെങ്കിലും ഏത് സംവരണമാണെങ്കിലും ഇപ്പം സംവരണം അല്ലാത്ത സീറ്റുകളാണെങ്കിലും ഒക്കെ തുല്യമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾ അതിൻ്റെ അകത്തൊക്കെ പകുതി വരാനോ? എങ്ങനെയാണ് അതിനെ തുല്യ പ്രാതിനിധ്യം കാണുന്നത്? എങ്ങനെ? അൾട്ടിമേറ്റ് ആയിട്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, SC പ്രതിനിധികളുടെ എണ്ണം 11 ഇത്രയും വർഷം കൊണ്ട്, 70 വർഷം കൊണ്ട്. ST 2. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം വളരെ ക്ലിയർ ആവുന്നുണ്ട്. അതായത് സാമുദായികമായിട്ടുള്ള സംവരണം കിട്ടിയത് കൊണ്ട് മാത്രം, ജനസംഖ്യാനുപാതികമായ സംവരണം ഒരു സമുദായത്തിന് കിട്ടിയത് കൊണ്ട് മാത്രം അവിടെ യാതൊരു തരത്തിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിക്കുന്നില്ല എന്ന്. നേരെ തിരിച്ച് നമുക്ക് മറ്റു കണക്കുകളുണ്ട്. അതായത് ഒരു സമുദായത്തിന് പ്രാതിനിധ്യം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ഇപ്പോൾ നായന്മാര് 12-ന് 22 എന്ന് പറയുന്നത് പോലത്തെ വലിയ ഡിസ്പാരിറ്റി ഉണ്ടാവുന്നത് ഈ ജാതിയുടെ അനുസരിച്ചിട്ടുള്ള ഒരു, അവരുടെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പ്രാതിനിധ്യം ആയിട്ട് കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ടാണ്. ജാതി സംവരണം എന്നുള്ളത്, നമ്മുടെ ജാതി വളരെ കൃത്യമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ജാതി സെൻസസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്ര ജനസംഖ്യ ഓരോ സമുദായത്തിൻ്റെതായിട്ടും ഉണ്ട്, അവർക്ക് എത്രയാണ് പ്രാതിനിധ്യം ഉള്ളത്, എത്രയാണ് അധികാരമുള്ളത്, എത്രയാണ് അവർക്ക് ജോലി കിട്ടുന്നത്, എത്രയാണ് അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത്, കിട്ടാതിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമാവണമെങ്കിൽ തീർച്ചയായിട്ടും ജാതി സംവരണം വേണം. അല്ല, നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ ഇത്രയും ഈ സംവരണം ഇത്രയൊക്കെ നിലനിന്ന് SC/ST സംവരണം കൃത്യമായിട്ട് പാലിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും നമുക്കറിയാം, ഇപ്പോൾ SC/ST കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ലംസംഗ്രഹം, അത്തരം കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ സഭയ്ക്കകത്ത് ചർച്ച വരാറില്ല. ഒരുപക്ഷെ അംബേദ്കറേറ്റ് പൊളിറ്റിക്സോ അല്ലെങ്കിൽ ദലിത് രാഷ്ട്രീയമോ അവിടെ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാറില്ല. അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇവർ പ്രതിനിധീകരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഡിമാൻഡുകൾ മാത്രമാണ് ഈ SC/ST പ്രതിനിധികളും അവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അവർ അത് തന്നെ എക്കോ ചെയ്യുന്നൊരു ഓരോ അവസ്ഥയുള്ളത്. അപ്പൊ അത്തരം പ്രതികൾ ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. രണ്ടും ഉണ്ട് വാസ്തവത്തില്. അതായത് ഇപ്പം നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്പർ വളരെ പ്രധാനമാണ്. ഇപ്പൊ സ്ത്രീകളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകള് ഈ 11 പേരും ഭരിക്കുന്ന പാർട്ടിയെ തന്നെ പിന്തുണച്ചുകൊണ്ടിരുന്നു. അവര് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അവര് വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ കൂടുതൽ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വരണം, ശരിയായിട്ടുള്ള രാഷ്ട്രീയ ഉയർത്തണം, അതൊക്കെ ആവശ്യം തന്നെ, ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അത് വരുന്നിടത്തോളം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ജനസംഖ്യാടിസ്ഥാനമായിട്ടുള്ള പ്രാതിനിധ്യം വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവും ഇല്ല, അതിലൊരു കോംപ്രമൈസും ഉണ്ടാവരുത്. 33%. അതേസമയം 33% 33% നമ്മൾ പറയുന്നത് ഈ നിയമം പാസ്സാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ നിയമം പാസ്സാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാലം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പോഴും നിയമം പാസ്സാക്കി പക്ഷെ നടപ്പിലാക്കാത്ത,
ഇപ്പൊ ഈ നിയമത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് 33%. ശരിക്കും ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള പ്രാതിനിധ്യം തന്നെയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഇല്ലായ്മ നമുക്ക് കാണാൻ പറ്റുക. അത് ഇതിനേക്കാളൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം. അതായത് 1998 ഇന്ത്യയിൽ മൊത്തത്തിലുള്ള കാര്യം ഞാൻ പറയുന്നത്. 1998 മധ്യപ്രദേശ് നിയമസഭയിലേക്കാണ് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ടത്. ശബ്നം ബാനു എന്ന് പറഞ്ഞിട്ടുള്ള അവരെ നമ്മൾ എന്നെന്നും ഓർക്കണം. അതിന് മുമ്പും ഇല്ല, അതിന് ശേഷവും ഇല്ല. 2014 സുപ്രീം കോടതി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ആ ഐഡന്റിറ്റി അംഗീകരിക്കുന്നുണ്ട്. അതിനുശേഷം 2019 ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഗുണം എത്രത്തോളം അവർക്ക് കിട്ടുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും പ്രശ്നമാണ്. വാസ്തവത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരെ സ്വന്തം ഐഡന്റിറ്റിയിൽ വെളിപ്പെടാനുള്ള ഒരു സാഹചര്യം പോലും ഇന്നില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് അവരുടെ ജനസംഖ്യ എത്ര എന്നുള്ള അറിയില്ല. ജനസംഖ്യാടിസ്ഥാനത്തിൽ എല്ലാ ജെൻഡറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കും പ്രാതിനിധ്യം വേണമെന്ന് പറയുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. ജനസംഖ്യ അറിയില്ല. അത് പുറത്തേക്ക് കൃത്യമായിട്ട് പറയാനും ഞങ്ങൾ ഇതാണ് എന്ന് പറയാനും അവർക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. അപ്പൊ അവിടുന്ന് തുടങ്ങണം അവരുടെ കാര്യത്തിൽ. സ്ത്രീകളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഞങ്ങൾ സ്ത്രീകളാണെന്ന് പറയാൻ പറ്റും. അതാ. അപ്പം ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അതിനേക്കാളും എത്രയോ ഭയാനകമാണ്. അതെ. അതുകൊണ്ട് അവർക്ക് ഒരു ശരിയായിട്ടുള്ള പ്രാതിനിധ്യത്തിലേക്ക് അവർ വരിക എന്ന് പറയുന്നത് കുറെ കൂടി വലിയ സ്ട്രഗിളാണ്. പക്ഷെ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം അത് വളരെ കൃത്യമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ജെൻഡർ വിഭാഗങ്ങൾക്കും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം വേണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം നിലനിൽക്കുന്ന ഒരു സ്ഥിതിയിൽ ഈ നിയമം, സ്ത്രീ സംവരണ നിയമം പാസ്സാക്കിയിട്ടുള്ള ഒരു സ്ഥിതിയിൽ നമ്മൾ അതെങ്കിലും നടപ്പാക്കണം എന്നാണ് പറയുന്നത്. അതെങ്കിലും ഉടനെ നടപ്പാക്കണം. അതിനി കാലതാമസം ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് ആ കാര്യത്തിൽ നമ്മൾ പറയുന്നത്. ഒരിക്കലും നമ്മൾ ഈ 33% നമുക്ക് അർഹതപ്പെട്ടത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും കാണുന്നേ ഇല്ല. അങ്ങനെ ഒരു കാര്യമില്ല. എന്താണോ നിങ്ങളുടെ ജനസംഖ്യ അതിനനുസരിച്ചുള്ള പ്രാതിനിധ്യം, അധികാരം നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമാണ് അവിടെ ഒരു ജനാധിപത്യം പുലരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ പ്രാദേശിക ഭരണകൂടങ്ങൾ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ കണ്ടു. ഏതാണ്ട് 54% അകത്ത്, ഇതൊരു കൃത്യകണക്കല്ല, സ്ത്രീകൾ എത്തപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അത് സ്ത്രീകൾ ആണ് ഭൂരിപക്ഷം പഞ്ചായത്തുകളിൽ, അതുപോലെ പ്രാദേശിക ഭരണകൂടങ്ങളിലൊക്കെ സ്ത്രീകളാണ് കൂടുതൽ എന്നുള്ളത്. പക്ഷെ വളരെ അവിടെ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായ ധാരാളം സ്ത്രീകൾ, അവിടെ നമ്മൾ ഈ നിയമസഭയിൽ കാണുന്ന പോലുള്ള ഈ സവർണാധിപത്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം വരുന്നില്ല. അതുപോലെ പുരുഷാധിപത്യം അവിടെ നടപ്പാക്കാൻ കഴിയുന്നില്ല. ആ ഒരു നിലയിലേക്ക് ഒരു പക്ഷേ കേരളത്തിൻ്റെ ഈ ഭരണകൂടങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ 33 തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ഈ രീതിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ശരിക്ക് നിലവിലുള്ള നിയമസഭയുടെ പരിമിതി മറികടക്കുന്നതിന് ഇവർക്ക് കഴിയുന്നുണ്ട്, ഈ പ്രാദേശിക ഇവർക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് നമ്മുടെ സഭയിലേക്കുള്ള ഒരു പക്ഷേ നിയമസഭയിലും ഈ രീതിയിലൊരു 50%-ലേക്കൊക്കെ എത്തുകയാണെങ്കിൽ, 52%-ലേക്കൊക്കെ എത്തുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഇപ്പോൾ നിലനിൽക്കുന്ന അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനായിട്ട് നിയമസഭ മാറുമോ? എങ്ങനെയാണ് അതിൻ്റെ അങ്ങനത്തെ ഒരു ആലോചന എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടോ? വാസ്തവത്തിൽ അങ്ങനെയാണ് വേണ്ടത്. എൻ്റെ ഒരു സ്വപ്നം, ഞാൻ 2019 ഈ തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് 70 സ്ത്രീകളും 70 പുരുഷന്മാരും ഇരിക്കുന്ന ഒരു നിയമസഭയാണെന്നുള്ളത്. ഇപ്പം LSGIസിൽ അത് വരുന്നുണ്ട്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അത് വരുന്നുണ്ട്. അത് വന്നിട്ടുള്ളത് ഒരു പ്രോസസ്സിൽ കൂടിയാണ്. അതിനെക്കുറിച്ച് നമുക്കൊരു തെറ്റിദ്ധാരണ പാടില്ല വാസ്തവത്തിൽ. കാരണം 92-93 സമയത്താണ് നിയമം ആദ്യം കേന്ദ്ര നിയമം പാസ്സാക്കുന്നത്. അതിനനുസരിച്ച് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ 33% പ്രാതിനിധ്യം എന്നുള്ളത് വന്നു പ്രാദേശിക ഗവൺമെന്റുകളിൽ. അത് പിന്നീട് ഇപ്പം നമുക്ക് ഇവിടുത്തെ സ്ത്രീകളടക്കം വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളമാണ് ഏറ്റവും ആദ്യം 50%. ബീഹാറാണ്. അത് എത്രയോ കഴിഞ്ഞിട്ട് എത്രയോ സംസ്ഥാനങ്ങൾ നമുക്ക് മുമ്പേ അത് പാസ്സാക്കിയിട്ടുണ്ട്. അതായത് 2006 ബീഹാർ,
2007-8 പീരീഡില് ഒരുപാട് സംസ്ഥാനങ്ങള്, മധ്യപ്രദേശ്, സിക്കിം, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഇങ്ങനെ കുറെ അധികം സംസ്ഥാനങ്ങള് 50% ആക്കി കഴിഞ്ഞതിന് ശേഷമാണ്. എന്ന് വെച്ചാൽ ഞാനിത് പറയുന്നത് കേരളം ആ രീതിയിൽ ഒരു എന്താണ് മുന്നിൽ തന്നെയാണ്. മറ്റു പല സംസ്ഥാനം ഇപ്പൊ 21 സംസ്ഥാനങ്ങളിൽ 50% പ്രാതിനിധ്യമുണ്ട്. പക്ഷെ അതല്ല, അതായത് നമ്മള് ജെൻഡർ അടിസ്ഥാനത്തിലുള്ള പ്രാതിനിധ്യത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു പയനിയർ ആണെന്ന് പറയാൻ പറ്റില്ല. ഇത് മാത്രമേ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശമുള്ളൂ. അതായത് മറ്റു പലരും 2006 ബീഹാർ പോലത്തെ ഒരു സംസ്ഥാനത്ത് ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന, വളരെ ദരിദ്രമായ ഒരു വലിയ ഗുണ്ടാരാജൊക്കെ നിലനിൽക്കുന്ന എന്നൊക്കെ പറയുന്ന, അങ്ങനെ വളരെ സാമൂഹ്യ പരിഷ്കരണങ്ങളും അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള പുരോഗതി ഒന്നും തന്നെ നടപ്പിലാവാത്ത ഒരു വളരെ മോശമായിട്ടുള്ള ഒരു പിന്നാക്കമായിട്ടുള്ളൊരു ഇത് ഇപ്പോഴും ആൾക്കാര് ജോലിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ധാരാളമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള മൈഗ്രന്റ് ലേബറേഴ്സിന്റെ ഒക്കെ ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ ബീഹാറിനെ കണ്ടിട്ടുള്ളത്. ഏറ്റവും ആദ്യം അവര് ചെറിയ പെൺകുട്ടികൾ ബാല്യവിവാഹം വളരെ നടക്കുന്ന, അതെ, രാജസ്ഥാനിലൊക്കെ അങ്ങനെ തന്നെയാണ്. രാജസ്ഥാനിലൊക്കെ നമ്മൾ അത്ര അധികം കേൾക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ അവരാണ് ഏറ്റവും ആദ്യം പഞ്ചായത്തുകളിലേക്ക് 50% സ്ത്രീകളെ സംവരണത്തിലൂടെ കൊണ്ടുവന്നത്. അതൊരു വലിയ അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. അത് വെച്ച് നോക്കുമ്പോൾ ജെൻഡർ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെക്കാൾ മുന്നിലായിരുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ജെൻഡർ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത്, ആ രീതിയിലൊരു ജനാധിപത്യവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കണം എന്ന് ബോധപൂർവം ഉദ്ദേശിച്ച് കാര്യമായിട്ടുള്ള നടപടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇനി അത് മാത്രമല്ല, പ്രാദേശിക ഗവൺമെൻറ്റുകളിൽ 50% സ്ത്രീകളുണ്ട് എന്ന് വിചാരിക്കുക. അതുകൊണ്ട് നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. നിയമനിർമ്മാണം, പോളിസി തീരുമാനങ്ങൾ എടുക്കൽ, എത്ര ബജറ്റ് ഓരോ കാര്യത്തിനും മാറ്റിവെക്കണം എന്നുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ, ഇതിലൊന്നിലും സ്ത്രീകൾക്ക് പങ്കില്ല. അവിടെ 8%, ഇവിടെ നമ്മൾ 54% നടപ്പാക്കാനിരിക്കുന്ന ആൾക്കാരാ. അവിടെ തീരുമാനം എടുക്കുന്ന സ്ഥലത്ത് വെറും 8% ഉള്ളൂ. അപ്പൊ അവർക്കൊരു നിർണായക ശക്തിയായിട്ട് മാറാൻ പറ്റില്ല. നമ്മൾ ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, അത് ഈ 33% അടിസ്ഥാനം വാസ്തവത്തിൽ അതാണ്. ഒരു ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്നതിനെ കണക്കാക്കിയിട്ടുള്ളത് 30-നും ആ ഒരു രീതിയിലാണ്, 30 to 35 എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. അതാണ് ഈ 1/3 സംവരണത്തിന്റെ വിഷയം. അതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടം അവിടെ ഉണ്ടാവും. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്താനായിട്ട് പറ്റും, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉന്നയിക്കാനായിട്ട് പറ്റും. ഇതിനൊക്കെയുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. ആ സംഗതിയിലേക്കാണ് നമ്മൾ ആദ്യഘട്ടം എന്ന് നമ്മൾ അതിനെ കാണുന്നതിന്റെ കാരണം അതാണ്. അത് ഈ നിയമം ഇങ്ങനെ ആയെന്ന് മാത്രമല്ല, ആ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 1/3 സ്ത്രീകളെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങളിലെങ്കിലും അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ളത്. അതിപ്പോ നമ്മള് ഈ ബില്ല് പാസ്സാക്കുന്നതിനുള്ള താമസമൊക്കെ വന്ന സമയത്തൊക്കെ എല്ലാ പാർട്ടികളിലും പെട്ട സ്ത്രീ നേതാക്കള് ഒരുമിച്ച് പിന്നെ നിന്ന് ഒറ്റക്കെട്ടായിട്ട് അതെ ഒക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാ കാര്യത്തിലും സ്ത്രീകൾ മൊത്തം ഒന്നായിട്ട് ഒരേ താല്പര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നുള്ളതല്ല. പക്ഷെ അവരുടെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളിൽ, അവരുടെ തന്നെ വിധി നിർണ്ണയിക്കുന്ന ചില കാര്യങ്ങളിലെങ്കിലും അവരുടെ ശബ്ദം ഉയർത്താനും അവരൊറ്റക്കെട്ടായിട്ട് നിൽക്കാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിക്കേണ്ട ഇപ്പോൾ മുസ്ലിം പ്രാതിനിധ്യം എന്നുള്ളതിൻ്റെ ഒരു കാര്യം, ഇപ്പോൾ ഞാനിപ്പോൾ അന്വേഷിച്ച് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന, മുസ്ലിം ലീഗിനകത്ത് ഇപ്പോൾ 50% കൂടുതൽ സ്ത്രീകൾക്ക് പിന്നെ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊന്ന് ഒരു 20% അവർ റിസർവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് അതിൻ്റെ ഭാരവാഹിത്വത്തിൽ 20% റിസർവ് ചെയ്തിട്ടുണ്ട്.
വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം, വെൽഫെയർ പാർട്ടിയുടെ അകത്ത് 25% സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കിയിട്ടുണ്ട്. 25% സ്ത്രീകൾ. നമുക്കറിയാം കേരളത്തിലിപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ CPM എന്നൊക്കെ പറയുന്ന, CPM, CPI, അതുപോലെ കോൺഗ്രസ്, ഇത്തരം പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ ഉണ്ട്. ഇത്തരം പൊളിറ്റിക്കൽ പാർട്ടികളിൽ ഈ രീതിയിലുള്ള ഇപ്പോൾ 20% സംവരണം എന്നുള്ളത് പോലും പിന്നെ പ്രധാനമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഇത്തരം പൊളിറ്റിക്കൽ പാർട്ടികളുടെ അകത്ത് നമുക്കറിയാം വളരെ, ഞാൻ CPM പോലത്തെ അകത്ത് ഒരു സ്ഥാനത്തിനകത്തൊക്കെ വന്ന ഒരാളാണ്. അപ്പം അതിനകത്തൊക്കെ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. അവിടെ ഇപ്പോൾ ഈ രീതിയിലുള്ള സംവരണങ്ങളോ അല്ലെങ്കിൽ തീരുമാനങ്ങളോ ഒന്നും നടക്കുന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോൾ നിയമസഭയിൽ എത്തുന്ന സ്ത്രീകൾ ഇത്തരം പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രതിനിധികളായിരിക്കും. ആദ്യം നമുക്ക് ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ അകത്ത് ഈ രീതിയിലുള്ള ഒരു പിന്നെ പ്രാതിനിധ്യത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു തുല്യ പ്രാതിനിധ്യ പിന്നെ പ്രസ്ഥാനത്തിന് അതിന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരം പൊളിറ്റിക്കൽ പാർട്ടികളിലെ നേതൃത്വത്തിലിരിക്കുന്ന സ്ത്രീകളെ ഇത്തരം വർക്ക്ഷോപ്പുകളിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് ഈ വിഷയമൊക്കെ വിശദമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരിലൊരു പിന്നെ ഒരു വിഭാഗം, ചെറിയൊരു വിഭാഗം, ഇപ്പോൾ ഹരിതയിൽ പൊട്ടിപ്പിളർപ്പ് വന്നതോടുകൂടിയാണ് ഈ ഒരു 20% സംവരണം എന്നുള്ളത് അവർ തീരുമാനം എടുക്കേണ്ടി വരും. മുസ്ലിം ലീഗിന് തീരുമാനം എടുക്കേണ്ടി വന്നു. മുസ്ലിം ലീഗ് ഒരു സ്ത്രീനെ മത്സരിപ്പിക്കാൻ പ്രയാസം ഉണ്ടായിരുന്ന ഒരു കാലത്തുനിന്ന് അപ്പോൾ അവർക്ക് മാറ്റം വരുന്നുണ്ട്. മറ്റു വഴികളില്ലാതെ അവർ മാറുന്നു. അപ്പോൾ ഈ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടികളിൽ ഈ രീതിയിലൊരു മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും, അല്ലാതെ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പരിമിതികൾ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ SC/ST പ്രതിനിധികൾ വന്നാലും അവിടെ SC/ST പൊളിറ്റിക്സ് പറയാൻ അവർ ഇല്ലാതെയാവുന്നു എന്നുള്ള പോലെ സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയാൻ ഈ സ്ത്രീകളെ പ്രാപ്തമാക്കുക എന്നുള്ളത് കൂടി ഒരുപക്ഷെ തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം പോലുള്ള ഒരു പിന്നെ അവർക്കാണ് അതിന് കഴിയുക എന്ന് വിചാരിക്കുന്നു ഞാൻ. എങ്ങനെയാണ് ആ രീതിയിലുള്ള പിന്നെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം മുൻകൈകൾ അതിന് എങ്ങനെയാണ് തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം? തീർച്ചയായിട്ടും. കാരണം നമ്മൾ എല്ലാ സമയത്തും, കാരണം ഈ പൊളിറ്റിക്സ് തെരഞ്ഞെടുപ്പ് ആര് തിരഞ്ഞെടുക്കപ്പെടുന്ന തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. അതെ അതെ. അതല്ലാതെ സ്വതന്ത്രരായിട്ട് മത്സരിച്ചു വന്ന ആൾക്കാരുടെ വലിയൊരു സംഘം ഒന്നും ഒരിക്കലും ഇന്ത്യയിൽ എവിടെയും ഉണ്ടായിട്ടില്ല. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികൾക്കകത്ത് ഉള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. അവർ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രധാന പങ്കാളികളാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം ഉണ്ടായ ആ ഒരു സമയം മുതൽ തന്നെ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടികളിലെ സ്ത്രീകളുമായിട്ട് നിരന്തരമായിട്ട് തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ചിലരൊക്കെ ഒഴിഞ്ഞു മാറും, ചിലരൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് ഉള്ളൊരു ഇത് പറയും. അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് പാർട്ടിക്ക് അകത്ത് ഇതിൻ്റെ സ്ട്രഗിൾ നടത്തുന്നുണ്ടെന്നുള്ള അവർ പറയുന്നുണ്ട്. തുറന്ന് എതിർത്തുകൊണ്ട് പുറത്തേക്ക് കൃത്യമായിട്ട് പറഞ്ഞു വരാനായിട്ടുള്ള സാധ്യതയുള്ളത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ്. അവരത് ചെയ്യുന്നുണ്ട്. തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് പരമാവധി ശ്രമം നടക്കുന്നൊരു കാര്യമാണ് അത്. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടികളോട് തന്നെയാണ്. സംവരണ നിയമം നടപ്പിലാക്കാനായിട്ട് ഇനിയും താമസമുണ്ട്. ആ കാര്യം നമുക്കൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. താമസമുണ്ട് എന്നിരിക്കെ ധാർമ്മികമായിട്ട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇതാണ് പാർട്ടികളുടെ അകത്ത്. അതെ അതെ. അതാത് പാർട്ടികളിൽ ഈ 33% സംവരണത്തിൻ്റെ ചർച്ച പാർലമെന്റിൽ വന്ന സമയത്ത് ഇവിടുത്തെ ഇടതുപക്ഷത്തിൽപ്പെടുന്ന പാർട്ടി പ്രതിനിധികളും MP-മാരും അതേപോലെ തന്നെ UDF-ലുള്ളവരും ഒക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്. അതായത് നിയമം ഇപ്പോഴും നടപ്പാക്കണം, ഇനിയും താമസിച്ചുകൂടാന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കൊരു ധാർമ്മികമായിട്ടുള്ള ബാധ്യത വരുന്നുണ്ട് അവരുടെ പാർട്ടിയിൽ അത് ചെയ്യാനായിട്ട്. ആ കാര്യം നമ്മൾ കൃത്യമായിട്ട് പാർട്ടികളുമായിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കാര്യത്തിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാൻ തോന്നും. 2023 ആണ് നിയമം പാസ്സാക്കുന്നത്. സംവരണ നിയമം 2023 പാസ്സാക്കിയപ്പോൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത, ഒരു തരത്തിലും ആക്സെപ്റ്റബിൾ അല്ലാത്ത 2 കണ്ടീഷൻസ് വെച്ചിട്ടാണ് അത് പാസ്സാക്കിയത്. ഒന്ന്, അടുത്ത സെൻസസ് നടക്കണം, എന്നിട്ട് ജനസംഖ്യ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് മണ്ഡലങ്ങൾ പുനർനിർണയിക്കണം, ഡീലിമിറ്റേഷൻ നടക്കണം. ഇതും കഴിഞ്ഞിട്ട് സ്ത്രീകളുടെ സംവരണം. എന്തർത്ഥം അതിനുള്ളത്? ഇപ്പൊ ചെയ്യാവുന്നതല്ലേ അത് ഇങ്ങനൊരു നിയമം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഈ ഒരു നിയമത്തിന്റെ മാത്രം പ്രത്യേകതയാണ്.
വളരെ തിടുക്കപ്പെട്ട് 2023 അത് എന്തിനാ പാസ്സാക്കിയത്? നടപ്പാക്കിയെന്ന് പറയുകയും ചെയ്യുക, പാസ്സാക്കിയെന്ന് പറയുക, നടപ്പാക്കാതിരിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു ചതിയായിരുന്നു, യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. അപ്പം അത് അന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് ലോക്സഭയിൽ 2029 മുമ്പ് ഇതെന്തായാലും നടപ്പാവില്ല. അപ്പോൾ അത് ലോക്സഭയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ആ സമയത്ത് നിയമം? അത് അവർക്ക് അത്യാവശ്യമായിരുന്നു ആ സമയത്ത്, അതുകൊണ്ടാണ് അത് ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വേറൊരു അർത്ഥവും അതിനില്ല. ഈ പാർട്ടികൾ മുഴുവൻ, പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ ഒരേപോലെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഇത്തരത്തിലുള്ള നിബന്ധനകളൊന്നും ഇല്ലാതെ ഉടനെ നടപ്പിലാക്കണം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം 2024 ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ അതവർ ചെയ്യും എന്നുള്ളതാണ്. അതിനുള്ള ധാർമ്മിക ബാധ്യത അവർക്കുണ്ടായിരുന്നു. അതവർ ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ്. എന്താ സംഭവിച്ചത് നമുക്കറിയാം. 3 പേരും ഒരാളും എല്ലാവരും തോറ്റു. അവസാനം എന്നിട്ട് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പകരമായിട്ട് അദ്ദേഹം രാജിവെച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രതിനിധി മാത്രമാണ് നമുക്കിന്ന് ലോക്സഭയിൽ ഒരൊറ്റ MP ഉള്ളത്. ഇപ്പൊ എന്താണ് വ്യത്യാസം വരുന്നത്? അപ്പൊ എന്തിനാണ് ഇവരിത് പാസ്സാക്കാൻ കൂട്ടുന്നത്? ഇവർ ഇപ്പൊ തന്നെ നടപ്പിലാക്കണം എന്ന് എന്തിനാണ് ആവശ്യപ്പെട്ടത്? അതിലൊന്നും യാതൊരു ആത്മാർത്ഥതയില്ല എന്നുള്ളത് തെളിഞ്ഞില്ലേ? ആ സമയത്ത് 2024 ലോക്സഭാ ഇലക്ഷന് മുമ്പായിട്ട് നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളെ കാണുന്നുണ്ട്, ഈ കാര്യം ആവശ്യപ്പെടുന്നുണ്ട്, കത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, അത്രേ ഉള്ളൂ. ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെൺ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളുടെ ഒരു അവകാശ പത്രിക തയ്യാറാക്കിയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് 1,00,000 പേര് ഒപ്പിട്ട് അത് ഈ നേതൃത്വങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ജനങ്ങളുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. ആ പെൺ മെമ്മോറിയലിൽ ഒപ്പിട്ടിട്ടുള്ള ആൾക്കാരിലെ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. നമ്മുടെ അന്നത്തെ CPM-ന്റെ സെക്രട്ടറി പ്രകാശ് കാരാട്ടുണ്ടായിരുന്നു. അവർ മുതൽ സുഭാഷിണി അലി, ഇനി ബിനോയ് വിശ്വം, ഈ അതായത് ഒരു പാർട്ടി ഭേദം ഉണ്ടായിരുന്നില്ല അർത്ഥം. കോൺഗ്രസിലെ എത്രയോ നേതാക്കള്, VD സതീശൻ, എല്ലാവരും. അപ്പം അങ്ങനെ എല്ലാവർക്കും അഭിപ്രായം ഒന്ന് തന്നെയാണ്. 33% സ്ത്രീകൾക്ക് ഇത്തവണ സീറ്റ് കൊടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന പെൺ മെമ്മോറിയലിൽ ഒപ്പിട്ടിട്ടുള്ള ആൾക്കാരെ ഇവരൊക്കെ. പക്ഷെ പിന്നെ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ആ രീതിയിലാണ്. അപ്പൊ അവരുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീകൾക്ക് എന്തോ കുറച്ചൊരു കുറവുണ്ട്, അത് നമുക്ക് പരിഹരിക്കാം, അത് നിയമം വരട്ടെ എന്നൊക്കെയുള്ള ഒരു സമീപനമല്ല ശരിക്കും ഇതിനകത്ത് വേണ്ടത്. ഇത് കൃത്യമായിട്ടും ശരിയാണ്, ഇതൊരു ജനാധിപത്യത്തിൻ്റെ പ്രശ്നമാണ്. ഇത് ഒരു ഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾക്ക് അവരുടെ അവകാശം നിഷേധിക്കുന്ന ജനാധിപത്യമില്ലായ്മയ്ക്ക് തുല്യമായിട്ടുള്ളൊരു വിഷയമാണ് ഇതെന്നുള്ളത് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയേണ്ടത്. ഞങ്ങളുടെ ശ്രമം അതിനാണ്. പല രാഷ്ട്രീയ പാർട്ടികളിലെയും ആൾക്കാർ പല രീതിയിലാണ് പ്രതികരിക്കുന്നത്. ചിലർ വളരെ പരസ്യമായിട്ട് തന്നെ പറയാൻ തയ്യാറാവുന്നുണ്ട്. അവര് പാർട്ടിക്ക് അകത്തും പുറത്തും ഫൈറ്റ് ഇത് ഉയർത്തുന്ന ആൾക്കാരാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതേസമയം ഇപ്പം അല്ലാത്ത പിന്നെ പ്രത്യേകിച്ചും ഇപ്പം CPM-ലൊക്കെ ഉള്ള നേതാക്കളൊക്കെ അവർക്ക് അറിയാം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണെന്നുള്ള അവർക്കറിയാം. പക്ഷേ അത് തുറന്ന് പുറത്ത് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ട്. അപ്പം രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള നമ്മളുടെ ചർച്ചകളും അവരോട് ആവശ്യപ്പെടുന്നതൊന്നും ഒരു കാരണവശാലും ഒരിക്കലും നമുക്ക് നിർത്താൻ, അത് തന്നെയാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗം. അതേസമയം തന്നെ ജനങ്ങളെ ഇതിൽ ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു അഭിപ്രായം ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ഉയരേണ്ട ആവശ്യമുണ്ട്. അത് കാര്യമായിട്ട് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും കൂടി അത്തരത്തിലുള്ള ഇന്നിപ്പോൾ ഞാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു ഓപ്പൺ ഫോറം ബാലുശ്ശേരിയിൽ നടക്കുന്നതിലേക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഊന്നൽ എപ്പോഴും രാഷ്ട്രീയ പാർട്ടികളിൽ അതിനകത്ത് പ്രാതിനിധ്യം വർദ്ധിക്കണം, സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിക്കണം. എല്ലാ തീരുമാനമെടുക്കുന്ന കമ്മിറ്റികളിലും കൃത്യമായിട്ടുള്ള അവരുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കണം. അവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഫലപ്രദമായിട്ട് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇത് തന്നെയാണ് നിയമസഭയിലും അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് പ്രാതിനിധ്യം വർദ്ധിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്.
ഈ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടികളാണ്, അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി സർക്കാർ അല്ല എന്താ പറയുക നിയമപരമായിട്ട് കിട്ടണം. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ ഒരു പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു ഡിമാൻഡ് വയ്ക്കാൻ കഴിയുമോ? ഇത്തരം ഒരു ജനസംഖ്യ ജെൻഡർ ആനുപാതികമായിട്ട് പ്രാതിനിധ്യം അവരുടെ പാർട്ടിയുടെ അകത്ത് കൊടുത്തിരിക്കണം, അതുപോലെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാതിനിധ്യം കൊടുത്തിരിക്കണം, അതുപോലെ ഇപ്പോൾ എന്താ പറയുക ട്രാൻസ്ജെൻഡേഴ്സിന് പ്രാതിനിധ്യം കൊടുത്തിരിക്കണം. അപ്പോൾ ആ രീതിയിൽ പൊളിറ്റിക്കൽ ഇപ്പോൾ നമ്മൾ സഭകളിൽ നിയമനിർമ്മാണ സഭകളിൽ മാത്രമല്ല അത് അധികാരത്തിൻ്റെ, പക്ഷെ അതേപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ പാർട്ടികളിൽ ആ രീതിയിലുള്ള പിന്നെ സംവരണം കൃത്യമായിട്ട് പാലിക്കുന്ന പാർട്ടികൾക്ക് പിന്നെ പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കാൻ എന്നുള്ള രീതിയിലൊക്കെ ഒരു മാറ്റം ഒരു പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പിന്നെ കാര്യങ്ങൾ എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ആലോചിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ മുതൽ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. ഇനി ജനപ്രാതിനിധ്യ നിയമത്തിൽ മാറ്റം വരുത്തണം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും കുറഞ്ഞത് ഇത്ര ശതമാനം സ്ത്രീകളെങ്കിലും ഉള്ള, ഇത്ര ശതമാനം ജനസംഖ്യയായിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇത്ര ശതമാനം ട്രാൻസ്ജെൻഡർ വ്യക്തികളെങ്കിലും ഉള്ള എല്ലാ തലങ്ങളിലും തീരുമാനം എടുക്കാവുന്ന എല്ലാ തലങ്ങളിലും അത്രയും പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടികൾക്ക് മാത്രം ആയിട്ട് മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന നിയമത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതിനെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും ഞങ്ങൾ നേരത്തെ മുതലേ ആലോചിക്കുന്നതാണ്. ഞങ്ങളുടെ നയരേഖ 2025 ഡിസംബറിൽ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ മുഴുവൻ അതിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്. അതില്ലാതെ ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഒരു നീതിയുക്തമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടാവാൻ പോകുന്നില്ല. ജനസംഖ്യാടിസ്ഥാനത്തിൽ ഉള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടാവാൻ പോകുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനമില്ലാതെ ഒരു കാരണവശാലും സ്ത്രീകളുടെയോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെയോ ഒന്നും പ്രാതിനിധ്യം ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല. അത് തന്നെയാണ്, അത് നമ്മളുടെ ഡിമാൻഡ് തന്നെയാണ്, യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. ഇത് വാസ്തവത്തിൽ ഈ നേരത്തെ 1996 അവതരിപ്പിച്ച ബില്ല് മറ്റേ കമ്മിറ്റി പരിശോധിക്കുകയും ആ സമയത്ത് ഒരുപാട് അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് ഈ വിഷയങ്ങളൊക്കെ വന്നിട്ടുള്ളതായിരുന്നു. അന്ന് രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതിനെ എതിർത്തു. കാരണം എന്താ വെച്ചാൽ അവരുടെ സ്വയം നിർണയാവകാശത്തിൽ ഇടപെടുന്നു എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നെ വേറെ പല വിഷയങ്ങളും അതൊന്നും തന്നെ നമ്മുടെ ആവശ്യത്തിനെ മറികടക്കാവുന്ന രീതിയിലോ ആവശ്യത്തിനെ ഒഴിവാക്കാവുന്ന രീതിയിലോ ഉള്ളതല്ല എന്നുള്ളതാണ് തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം എന്തായാലും കാണുന്നത്. കാരണം ഈ നമ്മളുടെ ഭരണഘടന അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യത അംഗീകരിക്കുക എന്നുള്ളതാണ്. തുല്യമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 കൃത്യമായിട്ട് പാലിക്കാത്ത ഒരു പാർട്ടിക്കും നിലനിൽക്കാൻ ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ അവകാശമില്ല. പക്ഷെ അതിനെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള ചിന്ത പോലും ഇല്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഭരണഘടന വെച്ച് ആണയിടുന്ന ആൾക്കാരാണ്. പക്ഷെ പ്രയോഗത്തിൽ വരുമ്പോഴേക്കും ഇതിപ്പോ നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, മറ്റേത് ഐക്യ ജനാധിപത്യം. പക്ഷെ ജനാധിപത്യം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പോലും അവര് അല്ലെ? അതെ, ജനാധിപത്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജനാധിപത്യം തന്നെയാണത്. ഇതിപ്പോ നടക്കുന്നത് ആണാധിപത്യമാണ്. പ്രാതിനിധ്യം എന്നുള്ളത് തന്നെയാണ് അതെ, അതാണ് പ്രാതിനിധ്യം. എല്ലാവർക്കും, എല്ലാ വിഭാഗങ്ങൾക്കും അവർക്ക് അർഹതപ്പെട്ട ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട നമ്പർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതില്ലാന്ന് മാത്രമല്ല, ഈ സ്ത്രീകളായാലും ട്രാൻസ്ജെൻഡർ വ്യക്തികൾ പിന്നെ അത് ഓൾമോസ്റ്റ് പെർസെൻറ്റേജിലൊന്നും നമുക്ക് കണക്കാക്കാനേ പറ്റില്ല. അത്രയും കുറഞ്ഞിരിക്കുന്നത് ജനാധിപത്യമാണെന്ന് പറയുന്ന നമുക്ക് അതിൻ്റെ ഒരു അർത്ഥശൂന്യത നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കേരളത്തിൽ വരികയാണെങ്കിൽ ഒരു ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടും നല്ല മിടുക്കികളായിട്ടുള്ള ജനപ്രതിനിധികൾ ഉണ്ടായിട്ടും കേരളീയമയെ പോലെ അതുപോലെ പലരും, ഞാൻ അങ്ങനെ പേരെടുത്ത് പറയുന്നില്ല, ശേഷിയുള്ള ഒരുപാട് സ്ത്രീകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു വനിതാ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സ്ത്രീ മുഖ്യമന്ത്രി ആവുക എന്നുള്ളതിനെ ശേഷിയില്ലാത്തവരൊന്നും ആയിട്ടൊന്നുമല്ല, വളരെ ശേഷിയുള്ള ഒരു പക്ഷേ മറ്റുള്ള നിലവിലുള്ള മുഖ്യമന്ത്രിമാരെക്കാളൊക്കെ കവച്ചു വയ്ക്കാൻ പറ്റുന്ന മുഖ്യമന്ത്രി ആവാൻ പറ്റുന്നവർ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുവരെ സാധ്യമായിട്ടില്ല. നമുക്കറിയാം ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും വനിതാ മുഖ്യമന്ത്രിമാർ അല്ലേ ആ ഒരു ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളം എന്തുകൊണ്ടാവാം ഇത് ഈ ഒരു രീതിയിൽ പല കാര്യങ്ങളിലും മുൻപിൽ എന്ന് പറയുന്ന ഇത്ര
ശരിക്കും ഇതൊരു സാംസ്കാരിക അധപ്പതനായിട്ട് ഇതിനെ കാണണ്ടേ? ഇത് രാഷ്ട്രീയമായിട്ടുള്ള പിന്നോക്കാവസ്ഥ എന്ന് നമ്മൾ കാണണം. സാംസ്കാരികം എന്നൊന്നും പറഞ്ഞിട്ട് അതിനെ എന്താ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നോക്കുക, ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഛത്തീസ്ഗഡ് പോലത്തെ ഒരു സംസ്ഥാനം 21% സ്ത്രീകളെ അവരുടെ നിയമസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം. അത്ര പൂവറാണ് നമ്മൾ, വളരെ പിന്നിലാണ്. കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പം ഞാൻ ആ ഒരു കണക്കുകളൊന്ന് പറയാം. ഛത്തീസ്ഗഡിൽ 21%, വെസ്റ്റ് ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ 16%, ഝാർഖണ്ഡ് ത്രിപുര 15%, ഹരിയാനയിൽ 14%, ഉത്തരാഖണ്ഡ് UP, ഉത്തർപ്രദേശിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നു, ആന്ധ്രാപ്രദേശ്, സിക്കിം അവിടെയൊക്കെ 13%, ബീഹാറിലും മധ്യപ്രദേശിലും 12%, പഞ്ചാബിലും രാജസ്ഥാനിലും 11% വീതം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേരളം വരുന്നത്. കേരളം, ഗുജറാത്ത്, ഗോവ എന്നൊക്കെ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് 8%. അപ്പോൾ നമ്മൾ ഇവിടുന്നാണ്, ഇത് തന്നെയാണ് അവസ്ഥ. ഇനി മുഖ്യമന്ത്രിമാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1963 ഉത്തർപ്രദേശിലാണ് ആദ്യത്തെ സ്ത്രീ മുഖ്യമന്ത്രി ഉണ്ടാവുന്നത്. ഉത്തർപ്രദേശില്. അപ്പം നമ്മൾ പറയുന്ന ഉത്തർപ്രദേശിൻ്റെയൊക്കെ ഒരു എനിക്ക് ഉത്തർപ്രദേശ് വളരെ മികച്ചൊരു സംസ്ഥാനം എന്നുള്ള യാതൊരു അഭിപ്രായവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങൾക്കും. 17 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ സ്ത്രീകളായിരുന്നിട്ടുണ്ട്. വളരെ പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകൾ പലരും ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ലതാണെന്നോ മികച്ചതാണെന്നോ ഒന്നും നമുക്ക് അഭിപ്രായമില്ല. അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും. പക്ഷേ ഈ നമ്പറിനെ കുറിച്ച് പറയുമ്പോൾ ഉടനെ അവരുടെ പോളിസിയെക്കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ല. ഈ 2 കാര്യങ്ങളും പ്രധാനമാണ്. ഇപ്പോൾ പുരുഷന്മാർ ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ മികച്ച പോളിസിയും മികച്ച ഭരണമൊന്നും അല്ലല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാനായിട്ട് പറ്റില്ല. 17 മുഖ്യമന്ത്രിമാർ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് സ്ത്രീകൾ. ഇത് കേരളത്തിന് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. നമ്പർ 1 കേരളത്തിന്, പ്രബുദ്ധ കേരളം, എല്ലാ സൂചികകളിലും മികച്ചു നിൽക്കുന്ന കേരളം. പക്ഷേ ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ കേരളം കുറേ വളരെ താഴെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. 8%. ദേശീയ ശരാശരി 9%. നിയമസഭകളിലെ പ്രാതിനിധ്യത്തിൻ്റെ ദേശീയ ശരാശരി 9%. അതിനേക്കാൾ താഴെയാണ് കേരളം. എന്നിട്ട് കേരളത്തിൽ ശരി നമുക്ക് നിയമം വരുമ്പോൾ നടപ്പാക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? അവർ ജനാധിപത്യത്തെ പറ്റി വളരെ കാര്യമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം, അതിൽ ഇത്ര വലിയ വീഴ്ച വരുത്തുന്നവർക്ക് എങ്ങനെയാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുക? എങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോളിസികൾ രൂപീകരിക്കാനായിട്ട് സാധിക്കുക? അത് കഴിയില്ലല്ലോ. എല്ലാം ജനാധിപത്യ വിരുദ്ധമായിരിക്കുമല്ലോ. അതെ. മന്ത്രിമാരുടെ കാര്യം എടുത്തു നോക്കൂ. കേരളത്തിലെ ഇന്നേ വരെ ഒരു 16 മന്ത്രിമാരോ മറ്റാണ് സ്ത്രീകൾ ഉണ്ടായിട്ടുള്ളത്. 15 നിയമസഭകളിലായിട്ടാണെന്ന് ഓർക്കണം. ഇപ്പോഴാണ് കഴിഞ്ഞ 2021 കഴിഞ്ഞ 2 മന്ത്രിസഭകളായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളതിലൊരു 3 പേരും അതിന് മുമ്പ് 2 പേരും. ഇതാണ് ഏറ്റവും മികച്ച സംഖ്യ. 4-5 മന്ത്രിസഭകളിൽ സ്ത്രീകളെ ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഇല്ലായ്മയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അവസാനം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഈ കണക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ നിലനിർത്താൻ പറ്റില്ല നമ്മുടെ സമൂഹത്തിനെ. കേരള സമൂഹം അത്ര മോശമായിട്ട് നിൽക്കാൻ പാടുള്ളൊരു സമൂഹമല്ല. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉടനെ പരിഹരിക്കേണ്ട വിഷയമാണത്. അല്ലാതെ അത് നിയമത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ പറ്റില്ല. നിയമത്തിന് വേണ്ടി കാത്തു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇനിയും ഇപ്പം BJP ഒക്കെ വിചാരിക്കുന്നത് പോലെ തന്നെ ഇനിയും വൈകിപ്പിക്കുക, അത് തന്നെയാണ് ഇവരുടെയും താല്പര്യം എന്നുള്ളത് കൃത്യമായിട്ട് വരിക ചെയ്യണത്. അധികാരം കയ്യിൽ വന്നാൽ അത് പുരുഷന്റെ കയ്യിൽ ഇത്രയും കാലം നീണ്ട കാലത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അധികാരം അത് അവർ കൈവിടാൻ ഒരിക്കലും തയ്യാറാവില്ല. അത് പിടിച്ചു വാങ്ങുക എന്നുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പം അതിനായിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കേണ്ടി വരും. സ്ത്രീകൾ തന്നെ ഇപ്പോൾ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ വലിയ രീതിയിലുള്ള സ്ത്രീകൾ
ഇറങ്ങേണ്ടി വരും എന്ന് തോന്നുന്നു. പാർട്ടികളുടെ അകത്ത് വലിയ പോരാട്ടം നടത്തേണ്ടി വരും. എങ്കിൽ മാത്രമേ നടക്കൂ. ഹരിത എന്ന് പറഞ്ഞിട്ടുള്ള അവര് ലീഗിനകത്ത് പൊട്ടിത്തെറി ഉണ്ടാക്കി അതിനൊരു പ്രാധാന്യമുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള പൊട്ടിത്തെറികൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുടെ അകത്തും ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള. അതെ, അല്ല, ആ പൊട്ടിത്തെറികൾ ഉണ്ടാവുക, അവിടുന്ന് പാർട്ടികൾക്ക് അകത്തുനിന്ന് വലിയ തോതിൽ ഡിമാൻഡുകൾ വരികയും അതിൽ അവർ കാര്യമായിട്ടുള്ള സമരങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇതങ്ങോട്ട് മാറ്റം വരാൻ പോകുന്നുള്ളൂ. തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനത്തിന് വലിയൊരു റോളുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രഷർ ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്കൊക്കെയാണ് നമുക്ക് നിൽക്കാൻ പറ്റുക. അതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുന്നുമുണ്ട്. അത് തീർച്ചയായിട്ടും തുടരുകയും ചെയ്യും. പക്ഷെ അപ്പോൾ പോലും ഇത് കേട്ടില്ല കണ്ടില്ല എന്നടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉള്ളിടത്തോളം കാലം ഇത് ഏത് സമയത്ത് നടപ്പാവും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറയാനുള്ളത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ഇപ്പം വേറൊരു കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. അതായത് ഇങ്ങനെ സ്ത്രീകൾക്ക് ഇത്രയും അതിന്യൂനപക്ഷമായിരിക്കുന്ന അവസ്ഥ വളരെ നോർമലായിട്ടാണ് ആൾക്കാർ എല്ലാവരും കാണുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇതിലൊരു അബ്നോർമാലിറ്റി കാണുന്നില്ല എന്നുള്ളതാണ്. വളരെ അബ്നോർമൽ ആയിട്ടുള്ളൊരു ചിന്തയാണത്. ഇത് നോർമലാണെന്ന് കാണുന്നത്. അതേസമയം തന്നെ വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നും. ഇപ്പൊ ഈയിടെ മറ്റേ MA ബേബി പാത്രം കഴുകി വെച്ചു, വലിയ വാർത്ത, വൈറൽ വീഡിയോ. ഇവിടെ 1.25 കോടി സ്ത്രീകളും ഇത് തന്നെ ഡെയിലി ചെയ്യണത്. അപ്പൊ 1.25 കോടി വീഡിയോ ഇറങ്ങണ്ടേ? അത് വളരെ വിശേഷപ്പെട്ടൊരു കാര്യമായിട്ട്, അത് വളരെ സാധാരണ നിലയ്ക്ക് മനുഷ്യരെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ആരോഗ്യമുള്ള എല്ലാ മനുഷ്യരും ചെയ്യേണ്ട കാര്യമാണ്. അതിലൊരു പ്രത്യേകതയില്ല. പക്ഷെ അതാണ് ഇപ്പം ഏറ്റവും വലിയൊരു സംഭവമായിട്ട് പറയുന്നത്. ഈ സ്ത്രീകളുടെ അധികാരമില്ലായ്മ എന്ന് പറയുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ ഇല്ലായ്മയോളം എത്തുന്ന ഒരു വിഷയം അതെവിടെയും വിഷയമാവുന്നില്ല എന്നുള്ളതാണ്. അത് നോർമൽ, മറ്റത് വളരെ വിശേഷപ്പെട്ടത്. ഇത് വലിയ ഒരു നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളെ നിർത്തുന്ന കാര്യം എല്ലാ തെരഞ്ഞെടുപ്പിനോടും അനുബന്ധിച്ചും ചർച്ചകൾ വരും. അപ്പോൾ അതിനെ എത്ര നെഗറ്റീവായിട്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വലിയ പ്രശ്നം ഉണ്ട്. ഇപ്പം ഈയിടെ ഒരു MP പറഞ്ഞത് ഇനി ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും എന്നാണ്. ഒരു MP ആണ്, ഈ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് MP ആയിട്ടുള്ള ആ വ്യക്തി പറയുന്നത് ഇനി ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരുന്നു. അപ്പൊ എന്താണ് ഭാഷയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭാഷയിൽ വലിയ പ്രശ്നമുണ്ട്. ഇത് ഒരാളുടെ മാത്രം, ഒരു പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല. അതായത് കുറച്ച് എനിക്ക് തോന്നുന്നൊരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അതായത് 24 മുമ്പാണോ, എന്തായാലും ഈ റീസെൻ്റ് ആണ്. അപ്പം പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചു, ഇങ്ങനെ സ്ത്രീകളെ കൂടുതലായിട്ട് മത്സരിപ്പിക്കേണ്ടെന്ന വിഷയം, അതില്ല. ആ വിഷയം വന്നപ്പോഴേക്കും നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണെന്നാണ് ചോദിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്ത്രീകളെ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി തകർന്നു പോകുന്നൊരു സ്ഥിതി. അത് തമാശയായിട്ടായാലും സീരിയസ് ആയിട്ടായാലും പ്രശ്നമാണ്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇനി വേറെ സ്ത്രീകള് കഴിവ് തെളിയിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേതാവുണ്ട്. എവിടെയാണ് കഴിവ് തെളിയിക്കുക? കഴിവ് തെളിയിക്കണമെങ്കിൽ മത്സരിക്കാനും ജയിക്കാനും ഭരിക്കാനും കഴിയണം. അപ്പോഴല്ലേ കഴിവ് തെളിയുന്നത്. തെളിയിച്ചിട്ടുണ്ട്. ഈ 33% പ്രാദേശിക ഗവൺമെന്റുകളിൽ കിട്ടിയ അന്ന് മുതൽ സ്ത്രീകൾ കൃത്യമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. ഒരു മേജർ പരാതികളും സ്ത്രീകൾക്കെതിരായിട്ട് എവിടുന്നും വന്നിട്ടില്ല. അതൊരിക്കലും മറിച്ചാണ് മറ്റേ പുരുഷന്മാരുടെ കാര്യത്തിൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്ത്രീകൾക്ക് കഴിവ് തെളിയിച്ചു വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വിന്നബിലിറ്റിയെ പറ്റിയിട്ട് വലിയൊരു പ്രശ്നമുണ്ട്. ജയസാധ്യത കുറവാണ് സ്ത്രീകൾക്കെന്ന് പറയുന്നത് പച്ച നുണയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. 1957 ആദ്യത്തെ നിയമസഭ 9 സ്ത്രീകളാണ് മത്സരിച്ചതെന്ന്. 6 പേര് തിരഞ്ഞെടുക്കപ്പെട്ടു. വിജയ ശതമാനം 67%. 67%. 9-6. അതെ. പുരുഷന്മാർ എത്ര മത്സരിച്ചതെന്നറിയോ? 397 പേര്.
ജയിച്ച എത്ര പേരാണെന്നറിയാം? 120 പേര്, 30%. എന്നിട്ടാണ് പറയുന്നത് സ്ത്രീകൾക്ക് ജയസാധ്യതയില്ല എന്നുള്ളത്. ഈ കഴിഞ്ഞ 2021 നിയമസഭ നോക്കുക, മൊത്തം 12 CPM-കാരാണ് മത്സരിച്ചത്, സ്ത്രീകൾ. 9 പേര് ജയിച്ചു. 2 CPI-ക്കാർ മത്സരിച്ചു, 2 പേരും ജയിച്ചു. അപ്പോൾ എത്ര ശതമാനം? അത് വെറുതെ പറയുന്നതാണ്, അല്ലാതെ അത് വെറുതെ പറയുന്നതാണ്. മാത്രമല്ല, ഇപ്പം PRS ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താണ്, നമുക്ക് ഒരുപാട് വിവരങ്ങൾ തരുന്നൊരു വെബ്സൈറ്റാണ്. അതിൽ നമുക്ക് കിട്ടുന്നൊരു പഠനമുണ്ട്, അതായത് വിന്നബിലിറ്റിയെക്കുറിച്ച്. അത് ഏകദേശം തുല്യമാണ് കാലങ്ങളോളായിട്ടെന്ന് പറയും. പക്ഷെ മത്സരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 10% മാത്രം. 10% മാത്രം മത്സരിപ്പിക്കുന്ന സ്ത്രീകളും ബാക്കിയുള്ള 90% പുരുഷന്മാരുടെയും ജയസാധ്യതയുടെ ശതമാനം ഒരേപോലെ. പലപ്പോഴും പിന്നെ വിജയിക്കില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സ്ത്രീകളെ നിർത്തുന്നു, എന്നിട്ട് അവർ ജയിച്ചു വരുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് വിജയിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് നിർത്തുക, മാത്രമല്ല വലിയ തോതിൽ അപവാദ പ്രചരണം നടത്തുക, അവർക്ക് ആവശ്യമുള്ള പിന്തുണ കൊടുക്കാതിരിക്കുക. ഇങ്ങനെ അഥവാ സ്ത്രീകളെ മത്സരിപ്പിക്കേണ്ടത് ഒരു ചടങ്ങിന് മത്സരിപ്പിച്ചാൽ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അവർക്ക് ആവശ്യത്തിനുള്ള പിന്തുണ കൊടുക്കില്ല, അവർക്ക് പരമാവധി അപമാനങ്ങളും അപവാദങ്ങളും അനുഭവിക്കേണ്ടി വരിക. എത്ര സ്ത്രീകൾ മുന്നോട്ട് വരും? എന്നിട്ടും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ സൂപ്പർ ഹ്യൂമനാണ്, ഒരു സാധാരണ മനുഷ്യരല്ല എന്ന് പറയേണ്ടി വരും. കാരണം അത്രയ്ക്കധികം പ്രശ്നങ്ങളെ നേരിട്ടിട്ടാണ് ഓരോ സ്ത്രീയും ഈ പാർലമെന്റിലായാലും നിയമസഭയിലായിട്ടും എത്തിയിട്ടുള്ളത്. അല്ലാതെ പൂർണ്ണ പിന്തുണ പുരുഷന്മാർക്ക് കിട്ടുന്നത് പോലെ വേണ്ടത്ര പിന്തുണ കിട്ടി, വേണ്ടത്ര പ്രോത്സാഹനം കിട്ടി, വളരെ സ്വാഭാവികമായിട്ടും സമാധാനപരമായിട്ടും ജയിച്ചു വരുന്നവരല്ല അവരാരും തന്നെ. അപ്പം ഇത് വലിയ വ്യത്യാസം. അപ്പം സ്ത്രീകൾ വലിയ വിജയങ്ങളാണ് നേടുന്നത്. വിജയിച്ചിട്ടുള്ളിടത്തൊക്കെ അവർ വളരെ വലിയ വിജയങ്ങളാണ് നേടുന്നത്, ചെറിയ കാര്യമല്ല ഇത്. പിന്നെ ഇപ്പോൾ തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പിന്നെ ഡിമാൻഡുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമായിരുന്നു. അതായത് നിയമം പാസ്സാക്കുന്നതിൽ നിങ്ങൾ സഹകരിച്ചിട്ടുള്ളവരാണ്, അത് ഉടനെ തന്നെ നടപ്പാക്കണം എന്നുള്ള ശരിയായിട്ടുള്ള നിലപാട് നിങ്ങൾ പാർലമെന്റിൽ എടുത്തു. നിങ്ങൾ അത് മാതൃകയാക്കണം. കേരളം മാതൃകയാവണം. കേരളം 33% സ്ത്രീകളെ മത്സരിപ്പിച്ച് ഇതിൽ മാതൃക കാണിക്കണം, രാജ്യത്തിന് മാതൃകയാവണം. അതായിരുന്നു പെൺ മെമ്മോറിയലിന്റെ ഉള്ളടക്കം. അത് തീർത്തും നിരാകരിച്ചു. ഇപ്പം നമ്മൾ ആവശ്യപ്പെടുന്നത് 5 ഡിമാൻഡുകളാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ ഡിമാൻഡ് നേരത്തെ ഉള്ളത് തന്നെയാണ്. 33% സ്ത്രീകളെ എല്ലാ മുന്നണികളും മത്സരിപ്പിക്കണം. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെങ്കിലും മത്സരിപ്പിക്കണമല്ല, നിയമസഭയിൽ എത്തിക്കണം. അത് പലരെ മത്സരിപ്പിച്ചാലാണ് ഒരാൾ നിയമസഭയിൽ എത്താനുള്ള സാധ്യത ഇന്നത്തെ ഒരു അവസ്ഥയിലുള്ളൂ. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും പല പാർട്ടികൾക്കും മെമ്പർമാർ പോലും ഇല്ല. അല്ല, അവർക്ക് വേണ്ടി ഒരു സീറ്റ് അവർക്ക് വേണ്ടി. അല്ല, സംവരണത്തെക്കുറിച്ച് ചിന്ത പോലും ഇല്ല. അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. സംവരണത്തെക്കുറിച്ചുള്ള യാതൊരു ചിന്തയും ഇല്ല. എങ്ങനെയാണ് ഇത്രയും അവരവരുടെ സർവൈവലിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. സ്ത്രീകളുടെ അതിനേക്കാളും വളരെ പത്തറ്റിക് ആയിട്ടുള്ള അവസ്ഥയാണ് അവരുടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു സാധ്യതയില്ല. ഒന്നുകിൽ ഏറ്റവും കുറഞ്ഞത് ഒരു സീറ്റെങ്കിലും അവരുടെ ജനസംഖ്യ തിട്ടപ്പെടുത്താതെ ഒക്കെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരാളെങ്കിലും നിയമസഭയിൽ എത്തുക എന്ന് പറയുന്നത് അവർക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് തിരഞ്ഞെടുക്കപ്പെടുന്നില്ലെങ്കിൽ നോമിനേഷനിൽ കൂടെയെങ്കിലും വരണം. എന്തായാലും ഇനി അങ്ങോട്ടുള്ള കാലം ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെങ്കിലും ഇല്ലാത്ത ഒരു നിയമസഭ ഉണ്ടായിക്കൂടാ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും അത് പാടില്ല എന്നുള്ളതാണ്. ഒരു സീറ്റ് അവർക്ക് റിസർവ് ചെയ്യുക എന്നുള്ള ഒരു സംവിധാനത്തിലൂടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്തട്ടെ, ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികളെ നിർത്തട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു വ്യക്തിയെങ്കിലും, കാരണം ഇത് പാർട്ടികളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. കാരണം അവരുദ്ദേശിക്കുന്ന ആൾക്കാരെ ജയിപ്പിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുകയും കൂടിയും വേണം. എങ്കിൽ മാത്രമേ സംഭവിക്കുള്ളൂ.
അല്ലാതെ അത് സംഭവിക്കാനേ പോകുന്നില്ല. പേരിനൊരാളെ നിർത്തിയിട്ടും കാര്യമില്ല. അവർക്ക് ഏറ്റവും വിജയസാധ്യതയുള്ള ഒരു സീറ്റിൽ മത്സരിപ്പിക്കുകയും എല്ലാ പിന്തുണയും കൊടുത്ത് വളരെ നന്നായിട്ട് പ്രചാരണം നടത്തി അവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരാളെങ്കിലും ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെങ്കിലും അടുത്ത നിയമസഭയിൽ ഉണ്ടായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഇനി മൂന്നാമത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് 33% സ്ത്രീകൾ നിയമസഭയിൽ ഉണ്ടായാൽ മാത്രം പോരാ, മന്ത്രിസഭയിൽ ഉണ്ടാവണം. ഇതൊക്കെ ഈ നിയമത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് മാത്രമാണ്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ജനസംഖ്യാനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം വേണമെന്ന് തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 33% സ്ത്രീകളെങ്കിലും മന്ത്രിസഭയിൽ ഉണ്ടാവണം. ഇന്നേ വരെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഈ 15 നിയമസഭകളിലായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത് 16 പേരാണ്. അങ്ങനെയല്ല, 33% സ്ത്രീകളെങ്കിലും ഉണ്ടായിരിക്കണം. അത് നാലാമത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ നിയമസഭ മുതൽ അങ്ങോട്ട്, കാര്യം ഇനി ഇതേവരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തെറ്റ് തിരുത്തുന്നതായിരിക്കണം ഇനി വരുന്ന നിയമസഭകൾ. അടുത്ത മുഖ്യമന്ത്രി എന്തായാലും സ്ത്രീ ആയിരിക്കണം. അത് മറ്റൊരു ഡിമാൻഡാണ്. ഇനി അഞ്ചാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് സ്ത്രീ പീഡകരെ മത്സരിപ്പിക്കരുതെന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സ്ത്രീകളോട് എന്താ പറയുന്നത്? നിങ്ങളെ പീഡിപ്പിച്ചിട്ടുള്ളവരെ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്നുള്ളതല്ലേ. അവർക്ക് വീണ്ടും അധികാരം കിട്ടുകയും അവർ വീണ്ടും ഇത്തരത്തിലുള്ളൊരു സ്ഥിതിയിലേക്ക് വരികയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ 5 ഡിമാൻഡുകളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ഡിമാൻഡുകളൊക്കെ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നേ വരെയുള്ള തെറ്റ് തിരുത്താനാണ്. കേരളത്തെ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ജനാധിപത്യ സമൂഹമായിട്ട് മാറ്റുന്നതിലേക്കുള്ള അവരുടെ കോൺട്രിബ്യൂഷനാണത്. അത് വൈകിക്കൂടാ. അതിപ്പോൾ ഇന്ന് തുടങ്ങേണ്ട ഒരു കാര്യമാണ്. ഈ നിയമസഭയിൽ ആ മാറ്റം വരണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതില്ലാത്തടത്തോളം, ഈ പാർട്ടികൾ ഇത് ചെയ്യാത്തിടത്തോളം നിയമസഭകൾ ഇങ്ങനെ തന്നെ തുടരുള്ളൂ, പാർലമെൻറ്റുകൾ ഇങ്ങനെ തന്നെ തുടരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ ഉത്തരവാദിത്തമാണ്. രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്, അവർക്ക് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ഇതൊരു ജനാധിപത്യ സമൂഹമാക്കി തീർക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പങ്കെന്ന് പറഞ്ഞത് അത്രയും വലിയതാണ്. അതവർ നിറവേറ്റണം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇതാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് അത് ഡിമാൻഡ് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. എന്തായാലും രമയുടെ പോലെ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിൻ്റെ സ്വപ്നം പോലെ 70 സ്ത്രീകളുള്ള നിയമസഭ ഇപ്പം അത് മാറി കേരളത്തില്. കാരണം എന്താ വെച്ചാൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളും കൂടി വരണം എന്നുള്ളൊരു അത് വളരെ പ്രധാനമായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ 71 അല്ലെങ്കിൽ 70 എന്തായാലും ഒരു ട്രാൻസ്ജെൻഡർ അടക്കമുള്ള തുല്യ പ്രാതിനിധ്യമുള്ള, സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുള്ള ഒരു നിയമസഭ, കേരള നിയമസഭ ഉണ്ടാവട്ടെ. ഒരു പക്ഷേ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാവുന്ന നിലയിലേക്ക് കേരളം മാറട്ടെ. ആ പോരാട്ടത്തിന്, മുന്നോട്ട് പോക്കിന് രമയ്ക്കും തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ ഇത്ര വിശദമായിട്ട് സംസാരിച്ചതിന് സന്തോഷം. തീർച്ചയായിട്ടും എനിക്കും വളരെ സന്തോഷമുണ്ട്. കാര്യം ഇങ്ങനൊരു വിഷയത്തിൽ ഇതിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇതേപോലത്തെ ഇൻ്റർവ്യൂസ് തന്നെ ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ എന്നുള്ളത് സംശയമാണ്. കാരണം ആ രീതിയിൽ ഈ വിഷയം ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു അവസരം തന്നു എന്നുള്ളതാണ്. അത് വലിയ സന്തോഷം. നന്ദി.